എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള പി എസ് സി നടത്തുന്ന LGS എക്സാമിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ധാരാളം വേക്കൻസികളുള്ള LGS എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് LGS എക്സാമിന് മുന്നോടിയായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ സീരീസിൽ ആദ്യമായിട്ട് കഴിഞ്ഞ LGS പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും അവയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഏതെല്ലാം രീതിയിലാണ് ചോദ്യങ്ങൾ LGS പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ പുതിയ സിലബസ് പ്രകാരം എന്ന് നമുക്കിവിടെ പരിചയപ്പെടാനും പറ്റും. ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. കാറക്കോറം എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ട്രാൻസ് ഹിമാലയത്തിന് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് കാറക്കോറം എന്ന് നമുക്കറിയാം. ആ കാറക്കോറം പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഗോഡ്വിൻ ഓസ്റ്റിൻ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് മൗണ്ട് K2 എന്നാണ് നമ്മൾ കേൾക്കാറുള്ളത്. മൗണ്ട് K2 എന്നറിയപ്പെടുന്നത് ഗോഡ്വിൻ ഓസ്റ്റിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മൗണ്ട് K2 എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ പറയുന്ന ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. അപ്പോൾ ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് K2, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കാറക്കോറം പർവ്വതനിരയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഈ കാറക്കോറമാണ് സംസ്കൃത കൃതികളിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിക്കാറുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കൃഷ്ണഗിരി എന്നാണ് ഉത്തരമായിട്ട് വരിക. എന്താണ്? കൃഷ്ണഗിരി എന്ന ഈ ഒരു പേരും കൂടെ ഓർത്തിരിക്കുന്നത് പ്രീവിയസ് ആയിട്ട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തത് ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ഒഴുകുന്ന സിന്ധുവിലെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാൽ അത് ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഉത്തരമായിട്ടുള്ള സത്ലജ് ആണെന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പൊ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് സത്ലജ് ആണ്. സിന്ധുവിന്റെ പോഷക നദികളാണ് സത്ലജ്, രവി, ബിയാസ്, ഝലം, ചിനാബ് എന്നിവ സിന്ധുവിന്റെ പോഷക നദികളാണ്. സിന്ധുവിന്റെ പോഷക നദികൾ നമ്മൾ പഠിക്കാറുള്ളതാണ്. സത്ലജ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നു. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് സത്ലജ് എന്ന് പറയുന്നത്. അതേസമയത്ത് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചിനാബ് ആണെന്ന കാര്യം ഓർത്തിരിക്കണം. അതേപോലെ തന്നെ സിന്ധുവിന്റെ മറ്റൊരു പോഷക നദിയാണ് രവി എന്ന് പറയുന്നത്. സിന്ധുവിന്റെ മറ്റൊരു പോഷക നദിയാണ് ബിയാസ് എന്ന് പറയുന്നത്. ബിയാസ് എന്ന് പറയുന്നത് സിന്ധുവിന്റെ പോഷക നദിയാണ്. അതേപോലെ സിന്ധുവിന്റെ പോഷക നദിയാണ് ഝലം എന്ന് പറയുന്നത്. സിന്ധുവിന്റെ പോഷക നദിയാണ് ഝലം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാമാണ് സിന്ധുവിന്റെ പോഷക നദികൾ. പ്രധാനമായിട്ടും സിന്ധുവിന്റെ പ്രധാന പോഷക നദിയാണ് ഈ പറഞ്ഞിരിക്കുന്ന സത്ലജ്, രവി, ബിയാസ്, ഝലം, ചിനാബ് എന്നിവ എന്താണ്? സിന്ധുവിന്റെ പ്രധാന പോഷക നദികളാണെന്ന കാര്യം ഓർത്തിരിക്കുക. സിന്ധുവിന്റെ പ്രധാന പോഷക നദികളാണ് ഈ പറയുന്ന സത്ലജ്, രവി, ബിയാസ്, ഝലം, ചിനാബ്. എന്നാൽ സപ്തസിന്ധു എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ സിന്ധുവിന്റെ പോഷക നദികളും അതേപോലെ തന്നെ സിന്ധു നദിയും അതേപോലെ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പുരാണങ്ങളിലൊക്കെ പറയുന്ന സരസ്വതി നദിയും ചേർന്നിട്ടാണ് എന്തെന്ന് പറയുന്നത് സപ്തസിന്ധു എന്ന് പറയുന്നത്. അതായത് ഇവിടെ സത്ലജ്, ചിനാബ്, രവി, ബിയാസ്, ഝലം ഈ 5 നദികൾ സിന്ധുവിന്റെ പോഷക നദിയാണ്. ഇതിന്റെ കൂടെ ഏതും കൂടെ വരും? സിന്ധുവും വരും, സരസ്വതിയും വരും. സപ്തസിന്ധു എന്ന് പറയുമ്പോൾ എന്താണ്? 7 നദികളാണ്. അപ്പൊ അവിടെ സിന്ധുവും വരും, ഇതിന്റെ കൂടെ എന്ത് വരും? സിന്ധു നദിയും വരും, അതുപോലെ തന്നെ സരസ്വതി നദിയും വരും. ഇത്രയും ചേരുന്നതാണ് എന്ത്? സപ്തസിന്ധു എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് സിന്ധുവിന്റെ പോഷക നദി എന്ന ചോദ്യമാണ്. ഉത്തരമായിട്ട് വരേണ്ടത് സത്ലജ് ആണ്. അവിടെ 2 പോയിന്റ് പഠിച്ചു. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാൽ അത് സത്ലജ് ആണ്. ഇനി ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധുവിന്റെ നദിയുടെ പോഷക നദി ഏതെന്ന ചോദ്യത്തിന്റെ ഉത്തരം പരിചയപ്പെട്ടു. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഏറ്റവും വലിയ രാജ്യം എന്നാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, ചൈനയാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യയെ
ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 9 എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇന്ത്യയുമായിട്ട് കരതിർത്തി പങ്കിടുന്ന എത്ര രാജ്യങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 7 രാജ്യങ്ങളാണ് വരുന്നത്. നമുക്കറിയാം പാകിസ്ഥാൻ വരുന്നുണ്ട്, ചൈന വരുന്നുണ്ട്, ബംഗ്ലാദേശ് വരുന്നുണ്ട്, അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട്, മ്യാൻമാർ വരുന്നുണ്ട്, നേപ്പാൾ വരുന്നുണ്ട്, ഭൂട്ടാൻ വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ആ ഒരു മാപ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ മതി. നമ്മുടെ പാകിസ്ഥാൻ, അതേപോലെ തന്നെ ചൈന, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങൾ എന്താണ് ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. അതേസമയത്ത് ശ്രീലങ്ക, മാലിദ്വീപ് എന്നീ 2 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്നത്. അങ്ങനെ കരയതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളും സമുദ്ര അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങളും കൂടി ചേർന്ന് ടോട്ടൽ 9 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രധാനമായിട്ടും. ഇനി ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ അതാണ് ചോദ്യമായി വന്നത്, നമ്മുടെ ചൈനയാണ്. എന്നാൽ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന ബംഗ്ലാദേശ് ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ചോദ്യങ്ങൾ പരസ്പരം മാറിപ്പോരുത്. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം എന്നാണെങ്കിൽ ചൈനയാണ്. എന്നാൽ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബംഗ്ലാദേശാണ്. 4096.7 കിലോമീറ്റർ ആണ് ബംഗ്ലാദേശിന്റെ അതിർത്തി എന്ന് പറയുന്നത്. 4096.7 കിലോമീറ്റർ ആണ്. 4096.7 കിലോമീറ്റർ ആണ്. നമുക്കറിയാം ബംഗ്ലാദേശ് ഇപ്പോൾ ചർച്ചയിലിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുണ്ട് ഈ ഒരു കിലോമീറ്ററിനും ഈ ഒരു ചോദ്യത്തിനും. അതേപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് വെറും 106 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന എന്ന് പഠിച്ചെങ്കിൽ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഭൂട്ടാൻ എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ PSC പരീക്ഷയിൽ ഈ ചോദ്യം വരുമ്പോൾ പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യയുമായിട്ട് കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഭൂട്ടാനാണ്. ഞാൻ അവിടെ എടുത്തു പറഞ്ഞു, ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. എന്നാൽ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന കരയും അതേപോലെ തന്നെ സമുദ്രവും മൊത്തത്തിൽ പരിഗണിച്ച് ഏറ്റവും ചെറിയ രാജ്യം ഏതാന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മാലിദ്വീപ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏത്? ഉത്തരമായിട്ട് വരേണ്ടത് മാലിദ്വീപാണ്. എന്നാൽ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്നാണ് എടുത്തു ചോദിക്കുന്നതെങ്കിൽ ഭൂട്ടാനാണ്. കാരണം ഇത് രണ്ടും ചോദ്യങ്ങൾ വരുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ ഇപ്പോൾ കര അതിർത്തി എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ ഓപ്ഷനിൽ മാലിദ്വീപ് കൊടുക്കും. അതേസമയത്ത് മറ്റൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ ഒന്നാമത്തെ ഓപ്ഷനിൽ ഭൂട്ടാനും കൊടുക്കും. അപ്പൊ കൃത്യമായിട്ട് ചോദ്യം വായിച്ച ശേഷം മാത്രം എന്ത് ചെയ്യണം, അതിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരണം. ഇനി നാലാമതായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണെന്നാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി ഗുജറാത്ത് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ കടൽ തീരമുള്ള 9 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ഇന്ത്യയിൽ കടൽ തീരമുള്ള 9 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് നമ്മുടെ ഗുജറാത്ത് എന്ന കാര്യം ഓർക്കുക. ഇന്ത്യയുടെ ആ ഒരു വി ഷേപ്പ് അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാമെന്ന് കിട്ടും. ആദ്യമായിട്ട് നമുക്ക് ഗുജറാത്ത് പറയാം, അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന മഹാരാഷ്ട്ര നമുക്ക് പറയാം, അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ഗോവ പറയാം, അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന കേരളം, കർണാടക, അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന നമ്മുടെ കേരളമുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ തമിഴ്നാട് വരുന്നുണ്ട്. അതേപോലെ വെസ്റ്റ് തമിഴ്നാട്, അതിന് മുകളിലായിട്ട് നമ്മുടെ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഈ അറബിക്കടലുമായിട്ടും നമുക്കറിയാം ഈ ഒരു ഭാഗത്താണ് അറബിക്കടൽ വരുന്നത്, ഈ ഒരു ഭാഗത്താണ് ബംഗാൾ ഉൾക്കടൽ വരുന്നത്. ഈ രണ്ട് ഇതുമായിട്ടും അതിർത്തി പങ്കിടുന്ന പ്രദേശം എവിടെയാണുള്ളത്? ഈ പറയുന്ന തമിഴ്നാട്ടിലാണുള്ളത്. അത് കന്യാകുമാരിയാണ് എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത് വരുന്നുണ്ട്, മഹാരാഷ്ട്ര വരുന്നുണ്ട്, ഗോവ വരുന്നുണ്ട്, കർണാടക വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കേരളം വരുന്നുണ്ട്, അതേപോലെ ഏതും വരുന്നുണ്ട്, തമിഴ്നാടും വരുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ബംഗാൾ ഉൾക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ചോദിച്ചാലും അവിടെയും ഏത് വരുന്നുണ്ട്? തമിഴ്നാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ ആന്ധ്രാപ്രദേശ്, അതിന് മുകളിലായിട്ട് ഒഡീഷ, ഏറ്റവും മുകളിലായിട്ട് ഏത് വരുന്നുണ്ട്? പശ്ചിമ ബംഗാളും വരുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് നമ്മുടെ ഗുജറാത്ത് ആണെന്ന് ഇവിടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗോവയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗോവയാണ് എന്ന കാര്യം ഓർക്കുക. ഒപ്പം ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ ബംഗാൾ ഉൾക്കടലുമായിട്ടും അറബിക്കടലുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഇനി കടൽ തീരമില്ലാത്ത ദക്ഷിണേന്ത്യയിലെ ഏക സംസ്ഥാനം ചോദിച്ചാൽ അത് തെലുങ്കാനയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. കടൽ തീരമില്ലാത്ത ദക്ഷിണേന്ത്യയിലെ ഏക സംസ്ഥാനം ചോദിച്ചാൽ അത് തെലുങ്കാനയാണ് എന്ന കാര്യം കൂടി ഇതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കണം. ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം പുതിയ ആ ഒരു ഫാക്ട് പ്രകാരം അത് തമിഴ്നാടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്ന തമിഴ്നാടാണ് ഏറ്റവും
കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. 1076 കിലോമീറ്റർ ആണ് അതിന്റെ കടൽ തീരം. രണ്ടാം സ്ഥാനത്ത് വരുന്നു ഇന്ത്യയിലെ. പിന്നെ മൂന്നാമത് വരുന്നതാണ് ആന്ധ്രാപ്രദേശ്, ദക്ഷിണേന്ത്യയിലെ രണ്ടാം സ്ഥാനത്ത്. 974 കിലോമീറ്റർ ആണ് പുതിയ അപ്ഡേറ്റ് പ്രകാരം. പിന്നെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. എല്ലാവർക്കും, ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം, പെരിയാർ നദിയാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി. നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാം, ഇന്ന് വാർത്തയിലൊക്കെ വളരെയധികം ഇടം പിടിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ഉൾപ്പെടെയുള്ളവ ഈ പെരിയാറിന്റെ പോഷക നദികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി എന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, പെരിയാർ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതെന്നാണ് പണ്ട് മുതലേ PSC പരീക്ഷയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, തെന്മല എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്? തെന്മല ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രമാണ് തെന്മല എന്ന് പറയുന്നത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നതും ഈ പറഞ്ഞ തെന്മലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലസേചന പദ്ധതി ഏതാന്ന് വെച്ചാൽ തെന്മല ഡാം ആണ്. ഏതാണ്? തെന്മല ഡാം ആണ്. ഇനി ഈ തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിലെ കല്ലടയിലാണ്. കൊല്ലം ജില്ലയിലെ കല്ലടയിലാണ് ഈ പറയുന്ന തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ പരിചയപ്പെട്ട ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്, അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ തെന്മലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലസേചന പദ്ധതി ഏതാന്ന് വെച്ചാൽ തെന്മല ഡാമാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ കല്ലട നദിയിലാണ്. 1961 ഇത് സ്ഥാപിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ തെന്മല ഡാം അതിർത്തി പങ്കിടുന്ന ഒരു വന്യജീവി സങ്കേതമുണ്ട്. ആ വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി എന്ന് പറയുന്നത്. എന്നാണ്? ശെന്തുരുണി എന്ന് പറയുന്ന ഒരു സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ശെന്തുരുണിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്ന അടുത്ത ചോദ്യമാണ്, എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ് എന്ന കാര്യത്തിന്റെ ഉത്തരം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ സി ആണ്, മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതിൽ ഏതാണ്? മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന കാര്യം ഓർത്തിരിക്കുക. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്തത്, കേരളത്തിലെ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ഉത്തരമായിട്ട് വരുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ്. ഏതാണ്? കൊല്ലം ജില്ലയാണ്. കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം എന്ന കാര്യം ഓർത്തിരിക്കുക. ഏത് റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ചെന്തുരുണി വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മളിവിടെ പറഞ്ഞു ഒരു വൃക്ഷത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്ന, ആ വൃക്ഷത്തിന്റെ പേരാണ് ഈ പറയുന്ന എന്ത്? ശെന്തുരുണി എന്ന് പറയുന്നത്. എന്താണ്? ശെന്തുരുണി എന്ന് പറയുന്നത് ആ വൃക്ഷത്തിന്റെ പേരാണ്. ഇത് ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഈ പറയുന്ന വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നതാണ് ഈ ഒരു വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം എന്ന കാര്യം ഓർത്തിരിക്കുക. ട്രാവൻകൂറിക്ക എന്നതാണ് ഈ ഒരു വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ചോദിച്ചാലും ഈ പറയുന്ന ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം അതേ തന്നെയാണ്, ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഇനി യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരണം സിദ്ധിച്ച ജില്ല ഏത്? പണ്ട് മുതലേ PSC ചോദിക്കുന്നതാണ്. ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ എ ആണ്, കാസർഗോഡ് ജില്ലയാണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി 11ാമത്തെ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരണ എല്ലാവർക്കും അറിയാം, രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം, ചൗരി ചൗര സംഭവമാണ്. 1922 ഫെബ്രുവരി 5-ാം തീയതി PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. 1922 ഫെബ്രുവരി 5-ാം തീയതിയാണ് ചൗരി ചൗര സംഭവം നടക്കുന്നത്. ചൗരി ചൗര സംഭവം നടക്കുന്നത് എപ്പോഴാണ്? 1922 ഫെബ്രുവരി 5-ാം തീയതിയാണ്. ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിക്കുന്നതും ഈ പറയുന്ന ചൗരി ചൗര സംഭവമാണ്. ഗാന്ധിജി ഫോളോ ചെയ്ത അഹിംസയാണ്, എന്നാൽ ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ചൗരി ചൗര സംഭവത്തെയാണ്. കാരണം ഗാന്ധിജിയുടെ ആശയത്തിന് നേർവിപരീതമായിട്ടാണ് ചൗരി ചൗര സംഭവം നടക്കുന്നത്. അപ്പോൾ ഇവിടെ 1922 ഫെബ്രുവരി 5-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഈ പറയുന്ന ചൗരി ചൗര
സംഭവമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നു കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. സാധാരണ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എന്നാണ് പൊതുവെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് അയ്യോ അതാണോ കിഴക്കും പടിഞ്ഞാറൊക്കെ മാറിപ്പോയിട്ട് ഓപ്ഷൻ ബി പോയിട്ട് കറപ്പിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു ചോദ്യമാണ്. ഉത്തരമായിട്ട് വരേണ്ടത് 41. നമുക്കറിയാം കേരളത്തിൽ 44 നദികളാണ് ടോട്ടൽ ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഈ പറയുന്ന കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഈസ്റ്റ് എന്ന് ഓർത്ത് വെച്ചാൽ 3 നമുക്ക് കിട്ടും. ബാക്കി പിന്നെ കുറച്ചാൽ 41 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ കേരളത്തിൽ മൊത്തം എത്ര നദികൾ? 44. അതിൽ എത്ര നദികൾ കിഴക്കോട്ട്? 3. എത്ര നദികൾ പടിഞ്ഞാറോട്ട്? ബാക്കി 41. കേരളത്തിൽ എത്ര കായലുകളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് 34. കേരളത്തിൽ എത്ര ഉൾനാടൻ കായലുണ്ടെന്ന് ചോദിച്ചാൽ 7. ഉത്തരമായിട്ട് വരേണ്ടത്. കേരളത്തിൽ കടലുമായിട്ട് ബന്ധമുള്ള കായലുകൾ എത്ര എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന 7 കുറയ്ക്കുക. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടും? 27 എന്നാണ് കിട്ടുന്നത്. അപ്പൊ 34 കായലുകൾ ടോട്ടൽ ഉണ്ട്. അതിൽ ഉൾനാടൻ കായലുകൾ എന്ന് പറയുന്നത് 7 അപ്പോൾ കടലുമായിട്ട് ബന്ധമുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 34 7 കുറച്ചാൽ കിട്ടുന്ന 27. കേരളത്തിലെ മൊത്തം നദികളുടെ എണ്ണം 44. അതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മുടെ വയനാട് ജില്ലയിലൂടെ ഒഴുകുന്ന കബനി, അതേപോലെ തന്നെ പാമ്പാറ്, അതേപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന ഭവാനി. ഇങ്ങനെ 3 നദികളാണ് നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ കബനി, ഭവാനി, പാമ്പാറ് എന്നീ നദികൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ കായലുകളുടെ എണ്ണം പഠിച്ചു 34. അതിൽ ഉൾനാടൻ കായലുകൾ 7 അപ്പോൾ ടോട്ടൽ എത്ര കായലുകൾ കടലുമായിട്ട് ബന്ധമുള്ളത് ഉണ്ടെന്ന് ചോദിച്ചാൽ ആ 7 കുറച്ചാൽ മതി, 27 കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് നമ്മുടെ പമ്പാ നദി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നതെന്ന് നമുക്കറിയാം. 176 കിലോമീറ്ററോളം നീളമാണ് ഈ ഒരു പമ്പാ നദിക്ക് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നമുക്ക് പെരിയാറാണ്, പിന്നെ ഭാരതപ്പുഴയാണ്. അതിനുശേഷം വരുന്നത് ഏതാണ്? പമ്പാ നദി. അതായത് 3-ാം സ്ഥാനത്താണ് ഇത് പതിക്കുന്നത്. പമ്പ, വേമ്പ എന്ന് നമ്മൾ പഠിക്കും. വേമ്പനാട് കായലിലാണ് ഇത് പതിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഈ പറയുന്ന പമ്പാ നദി ഒഴുകുന്നു എന്ന് നമുക്കറിയാം. പ്രാചീന കാലത്ത് ബാരീസ് എന്നറിയപ്പെട്ട നദി ഏതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് പമ്പാ നദിയാണ്. പ്രാചീന കാലത്ത് ബാരീസ് എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും പമ്പാ നദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. പമ്പയുടെ ധാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് നമ്മുടെ കുട്ടനാട്. കുട്ടനാട് എന്താണ്? പമ്പയുടെ ധാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് പമ്പാ നദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 15ാമത്തെ ചോദ്യം ഫൈനാൻസ് കീയിൽ ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. ഇനി 16ാമത്തെ ചോദ്യം മഹത്തായ 2 വ്യവസ്ഥകളായി ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. സ്വാമി വിവേകാനന്ദന്റെ വാക്കാണ് മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സ്വാമി വിവേകാനന്ദനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു 17ാമത്തെ ചോദ്യം. കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. 1741 കുളച്ചിൽ യുദ്ധം നടക്കുന്നത്. കുളച്ചിൽ യുദ്ധം നടന്ന വർഷം PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് 1741 ഓഗസ്റ്റ് 10 എന്ന് പറയുന്ന തീയതി ഓർത്തിരിക്കണം. ഇനി കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താൻ ആരെന്ന് ചോദിക്കാറുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഡിലനോയ് ആണെന്ന കാര്യം ഓർത്തി. ഇദ്ദേഹമാണ് പിന്നീട് വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ ഉദയഗിരി കോട്ട നിർമ്മിച്ചത് ആരെന്ന് വെച്ചാൽ വീര രവിവർമ്മയാണ്. വേണാട് ഭരിച്ചിരുന്ന വീര രവിവർമ്മയാണ് ഉദയഗിരി കോട്ട നിർമ്മിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ അടുത്ത ചോദ്യം PSC ഫൈനാൻസ് കീയിൽ ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലുമിനിയത്തിന്റെ അയിര് എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ബോക്സൈറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അലംബോ എന്ന് നമ്മൾ പഠിച്ചു വെക്കും. അപ്പോൾ അവിടെ അലുമിനിയം, ബോക്സൈറ്റ് ആ ഒരു രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചാർ എന്നാണ്. ഇത് എപ്പോഴും PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് EMS എന്നതാണ് ഉത്തരമായിട്ട് വരിക. EMSന്റെ ആത്മകഥ ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്. ആത്മകഥ എന്ന പേരിൽ തന്നെയാണ് EMS ആത്മകഥ എഴുതിയിരിക്കുന്നത്. EMSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രം ചോദിക്കുകയാണെങ്കിൽ അത് പ്രഭാതമാണ് എന്നതും ഈ ഒരു ചോദ്യത്തോടൊപ്പം പഠിച്ചു വെക്കുക. EMSന്റെ ആദ്യ പുസ്തകം ചോദിക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു 1931 പ്രസിദ്ധീകരിച്ച ജവഹർലാൽ നെഹ്റു എന്നത് ആരുടെ പുസ്തകമാണ്? EMSന്റെ
പുസ്തകമാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ഇത് EMSന്റെ ആദ്യത്തെ പുസ്തകമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. EMS കഥാപാത്രമായ M മുകുന്ദന്റെ നോവൽ ഏതാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കേശവന്റെ വിലാപങ്ങളാണ്. EMS കഥാപാത്രമായ M മുകുന്ദന്റെ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കേശവന്റെ വിലാപങ്ങളാണ്. അപ്പൊ കേശവന്റെ വിലാപങ്ങൾ ആരുടെ നോവലാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് M മുകുന്ദന്റെയാണ്. അതിലെ കഥാപാത്രം കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ്. അത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് EMS ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ കേരള ജനത എന്ന പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുള്ള മുൻ കേരള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അവിടെ EMS എന്ന് നിങ്ങൾ പറയരുത്, അവിടെ പട്ടം താണുപിള്ള എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. എന്താണ് പട്ടം താണുപിള്ള? നമ്മൾ ഓൾറെഡി പറഞ്ഞു EMSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രമാണ് പ്രഭാതം എന്ന് പറയുന്നത്. അതേ സമയത്ത് കേരള ജനത എന്ന പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്ന മുൻ കേരള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ളയാണ്. അതേപോലെ തന്നെ R ശങ്കർ ആരംഭിച്ച പത്രം, മുൻ മുഖ്യമന്ത്രിയായിരുന്ന R ശങ്കർ ആരംഭിച്ച പത്രം ചോദിച്ചാൽ അത് ദിനമണി എന്നതാണ്. അപ്പൊ ദിനമണി എന്ന് പറയുന്ന പത്രം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? R ശങ്കറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുൻ കേരള മുഖ്യമന്ത്രിയായ PK വാസുദേവൻ നായരുടെ പ്രസിദ്ധമായിട്ടൊരു പുസ്തകമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഓർമ്മക്കുറിപ്പുകൾ. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ മുൻ കേരള മുഖ്യമന്ത്രിയായ PK വാസുദേവൻ നായരുടെ പ്രശസ്ത പുസ്തകമാണ്. ഓർത്തിരിക്കുക, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഓർമ്മക്കുറിപ്പുകൾ മുൻ കേരള മുഖ്യമന്ത്രിയായ PK വാസുദേവൻ നായരുടെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ്. അതുപോലെ തന്നെ കാലത്തിനൊപ്പം എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ പുസ്തകമാണ്. മുൻ കേരള മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാറിന്റെ പുസ്തകമാണ് ഏത്? കാലത്തിനൊപ്പം എന്ന് പറയുന്നത്. കാലത്തിനൊപ്പം എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ്? അതുപോലെ തന്നെ ചങ്ങല ഒരുങ്ങുന്നു എന്ന് പറയുന്നതും ആരുടെ പുസ്തകമാണ്? നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ പുസ്തകമാണ്. അതേപോലെ തന്നെ മുൻ കേരള മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ സാറിന്റെ പുസ്തകമാണ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ. അതേപോലെ തന്നെ സമരത്തിന് ഇടവേളകളില്ല, സമരത്തിന് ഇടവേളകളില്ല. അതേപോലെ ഇടപെടലുകൾക്ക് അവസാനമില്ല. അദ്ദേഹത്തിന്റെ ആത്മകഥ PSC എപ്പോഴും ചോദിക്കും, സമരം തന്നെ ജീവിതം. എന്താണ്? സമരം തന്നെ ജീവിതം, സമരം തന്നെ ജീവിതം. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാറിന്റെ പുസ്തകമാണ് നവകേരളത്തിലേക്ക്. അപ്പൊ നവകേരളത്തിലേക്ക് എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ്? പിണറായി വിജയൻ സാറിന്റെ പുസ്തകമാണ്. കേരളം ചരിത്രവും വർത്തമാനവും എന്ന് പറയുന്നത് പിണറായി വിജയൻ സാറിന്റെ പുസ്തകമാണ്. ഇടതുപക്ഷ നിലപാടുകളും തുടരേണ്ട പോരാട്ടങ്ങളും ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ അതും പിണറായി വിജയൻ സാറിന്റെ പ്രധാന പുസ്തകമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ C ആണ് ഉത്തരം. 4A എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ C ആണ്, സുപ്രീം കോടതിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏതാണെന്ന് വെച്ചാൽ സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത നീതിപീഠമാണ് ഈ പറയുന്ന സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 5ലാണ് ഈ പറയുന്ന സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്നത്. ഈ ഭാഗം 5 ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണ് സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്നത്. അതിൽ സുപ്രീം കോടതി രൂപീകരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ വെച്ചാൽ അത് 124 ഒരിക്കൽ കൂടി ഭാഗം 5ലാണ് സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്നത്. 124 മുതൽ 147 വരെയാണ് ഈ പറയുന്ന ഭാഗം 5 സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. അതിൽ 124ലാണ് സുപ്രീം കോടതി രൂപീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന കാര്യം ഓർത്തിരിക്കുക. സുപ്രീം കോടതി രൂപീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് 124. അതേപോലെ തന്നെ 1950 ജനുവരി 28-ന് നമുക്ക് റിപ്പബ്ലിക്കായി 2 ദിവസത്തിന് ശേഷമാണ് എന്ത് നിലവിൽ വരുന്നത്? സുപ്രീം കോടതി നിലവിൽ വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പാർലമെന്റ് ആണ് ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണമൊക്കെ നിശ്ചയിക്കുന്നത്. നിലവിലെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലെ കായലുകളുടെ എണ്ണം പഠിച്ച പോലെ അങ്ങ് പഠിച്ചാൽ മതി. 34 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എത്രയാണ്? 34. അതായത് ഒരു ചീഫ് ജസ്റ്റിസും 33 ജഡ്ജിമാരുമാണ് ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് അടുത്ത ചോദ്യം, ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം ചോദിച്ചാൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ B ആണ്. ആനന്ദമഠം എന്നതാണ് നീൽ ദർപ്പൺ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകമാണ് നമ്മുടെ നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. ഇൻഡിക്കോ കലാപം അരങ്ങേറിയ കാലഘട്ടം പരീക്ഷയ്ക്ക് ചോദിക്കും. 1859-60 കാലഘട്ടമാണ്. 1859-60 കാലഘട്ടമാണ്. ഇതിന്റെ മറ്റു പേരുകളാണ് നീലം കലാപവും അതുപോലെ തന്നെ നീൽ ബി ദ്രോഹ എന്നൊക്കെയാണ് ഇതിന്റെ മറ്റു പേരുകൾ. അപ്പൊ അതൊക്കെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഈ പറയുന്ന നീൽ ദർപ്പൺ എന്ന് പറയുന്ന ആ ഒരു നോവൽ ചിത്രീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ
ഉത്തരമായിട്ട് വരേണ്ടത് ദീനബന്ധു മിത്രയാണ്. ഇതൊരു നാടകമാണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. നീൽ ദർപ്പൺ എന്ന് പറയുന്നത് ഒരു നാടകമാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. നീൽ ദർപ്പൺ ഏത് കാറ്റഗറിയിൽ പെടുന്നു? ഇതൊരു നാടകമാണ്. ദീനബന്ധു മിത്രയുടെ നാടകമാണ്. നീലം കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഇൻഡിഗോ കലാപം അല്ലെങ്കിൽ നീലം കലാപം അരങ്ങേറിയത് ബംഗാളിലാണ്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ 1859 60 കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. 1859 60 കാലഘട്ടത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മുടെ അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്ന അർജുൻ റാം മേഘ്വാൾ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ അതിന്റെ കറക്റ്റ് ഉത്തരവില്ല, കാരണം നമുക്കറിയാം പുതിയ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അർജുൻ റാം മേഘ്വാൾ എന്ന് പഠിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. അർജുൻ റാം മേഘ്വാൾ എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ ശരിക്കുള്ള ഉത്തരമില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ ഓം ബിർള തന്നെയാണ് നിലവിലും ലോക്സഭാ സ്പീക്കറായിട്ട് വരുന്നത്. ഇനി താഴെ പറയുന്നവയിൽ സത്യശോധക സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നാണ് 26ാമത്തെ ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. ജ്യോതി റാവ് ഫുലെ എന്നതാണ് ഉത്തരമായിട്ട്. നമുക്കറിയാം സത്യം ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഒരു ജ്യോതിയുടെ മുമ്പിലാണ് സത്യം ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഓർത്തു വെക്കാറുണ്ട്. ജ്യോതി ബാ ഫൂലെ എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഇനി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ് നമ്മുടെ 27ാമത്തെ ചോദ്യം. 27ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഓപ്ഷൻ എ ആണ്. വന്ദലാല എന്ന് നമ്മൾ പഠിച്ചു വെക്കും. വന്ദലാല ഓപ്ഷൻ എ. ലാലാ ലജ്പത് റായ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. പഞ്ചാബ് സിംഹം, പഞ്ചാബ് കേസരി എന്ന പേരിൽ അറിയപ്പെടുന്ന ലാലാ ലജ്പത് റായ് ആണ് വന്ദേമാതരം എന്ന് പറയുന്ന ആ ഒരു പത്രത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് നമുക്കറിയാം. ഇനി അടുത്തത്, ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണെന്ന് ചോദിച്ചാൽ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായ ഉടമ്പടിയാണ് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് 29ാം ചോദ്യം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 21A എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്ന് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ എ ആണ്. 1950 ജനുവരി 26 എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 1950 ജനുവരി 26 നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ്. അതേസമയത്ത് ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്ന 1949 നവംബർ 26 തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. അപ്പോൾ അവിടെ രണ്ടും ഓർത്തിരിക്കണം. അംഗീകരിച്ച് എന്നാന്ന് വെച്ചാൽ 1949 നവംബർ 26, നിലവിൽ വന്നത് എന്നാന്ന് വെച്ചാൽ 1950 ജനുവരി 26. നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ അത് ജനുവരി 26 അല്ല, മറിച്ച് നവംബർ 26 ആണ്. റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നതാണ് ഈ പറയുന്ന ജനുവരി 26 എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മലബാർ എന്നതാണ്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്നതാണ് ഉത്തരമായിട്ട് വരിക. 32ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ദേശീയ പ്രക്ഷോഭം എന്നാണ് എടുത്തു ചോദിച്ചിരിക്കുന്നത്. തെറ്റാൻ പാടില്ല. അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് നിസ്സഹകരണ സമരമാണ്. ചമ്പാരൻ നീലം കർഷകരുടെ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും സിവിൽ നിയമലംഘന സമരം എന്നൊക്കെ പറയുമ്പോൾ, സിവിൽ നിയമലംഘന സമരം എന്ന് പറയുമ്പോൾ രണ്ടാമത് നടക്കുന്നതാണ്. അതേസമയത്ത് ചമ്പാരനും അഹമ്മദാബാദൊക്കെ ദേശീയ തലത്തിലല്ല, ഒരു പ്രാദേശിക തലത്തിൽ നടക്കുന്ന സമരമാണ്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ്? നിസ്സഹകരണ സമരമാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. നിസ്സഹകരണ സമരമാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ 33ഓളം ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ടു. ഒരു ചോദ്യം കൂടെ പരിചയപ്പെടാം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്ത ദേവ എന്നാണ് നമ്മുടെ ചോദ്യം. സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? ശരിയായിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഒന്ന് എന്താണ്? ശരിയാണ്. ഒന്ന് എന്നത് എന്താണ്? ശരിയാണ്. അപ്പോൾ ഇവിടെ ബന്ധമില്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഇനി വരാൻ പാടില്ല. അതിനൊന്ന് വന്നു കഴിഞ്ഞു. ഇനി ബ്രഹ്മസമാജം സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. അതായത് രണ്ട് നമ്മൾ എപ്പോഴും PSCക്ക് കേൾക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ബ്രഹ്മസമാജം സ്ഥാപിച്ചു എന്ന് പറയുന്നു, അത് ശരിയാണ്. അപ്പോൾ ഇവിടെ രണ്ട് മാത്രം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് കളയാം. ഇനി അടുത്തത് സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായിട്ട് അവർക്ക് സ്വത്തിന് മേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. ഇത് കൃത്യമായിട്ട് SCR ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്, അത് ശരിയാണ്. ഒഡീഷയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹം പശ്ചിമ ബംഗാളിലെ രാധാനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് 1772 മെയ് 22 തീയതിയാണ് ജനിക്കുന്നത്. നമുക്കറിയാം രാമകാന്ത് റോയിയുടെയും തരിണീർ ദേവിയുടെയും മകനായിട്ട് 1972 മെയ് 22 രാമകാന്ത് റോയിയുടെയും
തരിണി ദേവിയുടെ മകനായിട്ട് 1772 മെയ് 22 പശ്ചിമ ബംഗാളിലെ രാധാനഗറിൽ ജനിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, അതായത് ഇവിടെ 4 മാത്രമാണ് നമ്മുടെ തെറ്റായിട്ട് നൽകിയ, ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് തുഖ്ഫത്ത് ഉൽ മുവാഹിദീൻ എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കും. നമ്മുടെ പുസ്തകത്തിന്റെ പേര് ഓർത്തിരിക്കുക, തുഖ്ഫത്ത് ഉൽ മുവാഹിദീൻ എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് എന്ന് ചോദിക്കാം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് രാജാറാം മോഹൻ റോയ് ആണ്. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം, 1805 ഇത് വരുന്നത്. ഇതിന്റെ മലയാളമാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം. തുഖ്ഫത്ത് ഉൽ മുഹാഹിദീൻ എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയിയുടെ പുസ്തകമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ജീസസിന്റെ കൽപ്പനകൾ എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയിയുടെ പുസ്തകമാണ്. അതിന്റെ ഇംഗ്ലീഷാണ് പെർസെപ്റ്റ്സ് ഓഫ് ജീസസ്. ചിലപ്പോൾ ഇംഗ്ലീഷ് തന്നെ എടുത്ത് ചോദിക്കാറുണ്ട്, അത് LGS പരീക്ഷയാണെങ്കിലും ചോദിക്കാറുണ്ട്. അതിന്റെ മലയാളം ജീസസിന്റെ കൽപ്പനകൾ. 1820 കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്. അതേപോലെ മറ്റൊന്നാണ് വേദാന്ത ഗ്രന്ഥം. 1815 ഈ ഒരു പുസ്തകം അദ്ദേഹം പുറത്തിറക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ 2 എണ്ണമാണ്. തുഖ്ഫത്ത് ഉൽ മുവാഹിദീൻ, ജീസസിന്റെ കൽപ്പനകൾ. റിപ്പീറ്റ് ആയിട്ട് പല വട്ടം ചോദിച്ചിട്ടുണ്ട്, മലയാളവും ഇംഗ്ലീഷും ചോദിച്ചിട്ടുണ്ട്. തുഖ്ഫത്ത് ഉൽ മുവാഹിദീനും ചോദിച്ചിട്ടുണ്ട്, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരമെന്നും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജീസസിന്റെ കൽപ്പനകൾ അല്ലെങ്കിൽ പെർസെപ്റ്റ്സ് ഓഫ് ജീസസ് എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണെന്നും ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ രാജാറാം മോഹൻ റോയിയുടെ പുസ്തകമാണ്. 34ഓളം ചോദ്യങ്ങൾ ഈ ഒരു ചോദ്യപേപ്പറിൽ പരിചയപ്പെട്ടു. അനുബന്ധമായി കുറെ കാര്യങ്ങൾ പരിചയപ്പെട്ടു പോയിട്ടുണ്ട്. ക്ലാസ്സിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു റിവിഷൻ എന്ന രീതിയിലും ഒക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഗുണപ്രദമായിരിക്കും. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ LDCക്കും ഇതുപോലെ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് LGS പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഉദ്യോഗം ലഭിക്കുന്നതായിരിക്കും, നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.